നമ്മൾ എവിടെ വിനോദയാത്ര പോയാലും ആ സ്ഥലം കാണാൻ നല്ല മനോഹരമായിരിക്കും, അതുപോലെ അപകടങ്ങൾ നിറഞ്ഞതായിരിക്കുമേ. അപ്പോൾ ഇങ്ങനൊരു അപകടം നടക്കാൻ കാരണം അവർ അവിടുത്തെ നിയമങ്ങൾ പാലിച്ചില്ല, അതിനപ്പുറത്തേക്ക് അവർ പോയോണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് കേട്ടോ. തയ്യാറടിക്കുന്നു, വീണ്ടും വരുന്നുണ്ട്. ഹായ്, നമസ്കാരം. ഇന്നലത്തെ കറക്കമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇന്ന് ഇറങ്ങിയിട്ട് മുക്സേൽ ബീച്ച് അല്ലേ, മുക്സേൽ ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 45 കിലോമീറ്ററോളം ദൂരെയാണ്. അപ്പോൾ നമ്മൾ അവിടേക്കുള്ള യാത്രയിലാണ് ഇന്ന്. അപ്പോൾ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, രാവിലെ കുറച്ച് ലേറ്റായി. ഇന്നലെ ലേറ്റായിട്ട് വന്ന് കിടന്നപ്പം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പം നമ്മൾ ഈ സലാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൗൺ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നല്ല കുന്നുകളൊക്കെയാണ്, അവിടേക്ക് ചെല്ലുമ്പോഴത്തേനും നല്ല കോടയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ മഴ സീസൺ ആയതുകൊണ്ട് ഇവിടെ എല്ലാ കുന്നും ചെരുവുകളും മലമൂളും എല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുകയാണ്. ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നല്ല കോടയുമായിരിക്കും. അപ്പോൾ നമ്മൾ മുക്സേൽ ബീച്ചിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു 2-3 മിനിറ്റേ ഉള്ളൂ. കടൽ നല്ല ശോഭിച്ച് കിടക്കുകയാണ് കേട്ടോ. എന്തായാലും അവിടെ ചെന്ന് കാണാൻ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ്. കുറച്ച് മഞ്ഞുണ്ടായിട്ട് നമുക്ക് കാണാനൊക്കെ ബുദ്ധിമുട്ടാണ് തോന്നുന്നു. നമ്മൾ മുക്സേൽ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്, അങ്ങോട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആ ഭാഗത്തേക്ക് പോകണം, നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം കടൽ നല്ല രുദ്രഭാവത്തോടു കൂടി തലച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മളിവിടെ ഉള്ളിലോട്ട് പോകുന്നില്ല, ഇവിടെ ഭയങ്കര തിരയാണ്. അപ്പോൾ നമ്മൾ സൂറിലും മറ്റു ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കടലിൽ തീരെ തിരയില്ല. പക്ഷേ ഇവിടെ കണ്ട കടൽ അതിൻ്റെ ഒരു അവിടെയൊക്കെ ശാന്തമാണ്, ഇവിടെ നല്ല ഭയങ്കര തിരയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഒത്തിരി ഡേഞ്ചറാണ് ഈ കടൽ, ഈ ഭാഗം ഒത്തിരി ഡേഞ്ചറാണ്. മാക്സിമം ആൾക്കാരൊക്കെ ഉള്ളിലോട്ട് ഇറങ്ങാതിരിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. കോസ്റ്റ് ഗാർഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അപ്പുറത്തെല്ലാം ഉണ്ട് ആൾക്കാർ. കുറച്ച് അപകടം ഉണ്ടായതുകൊണ്ട് ഒത്തിരി സൂക്ഷിക്കണം ഇവിടെ വരുന്നവർ. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചോര് കാണാൻ പറ്റുമെന്നൊന്നുമില്ല, ഇങ്ങനെ കോട ഇറങ്ങി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ മുക്സീന ബീച്ചിൻ്റെ അതായത് ലാസ്റ്റ് എൻഡിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു കേവാണ്, നമ്മൾ അങ്ങോട്ട് പോവാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല പാർക്കിങ്ങിലൊക്കെ വണ്ടി ഫുള്ളാണ്. അപ്പോൾ അതൊക്കെ കടൽ നല്ല ശോഭിച്ച് കിടക്കുകയാണ് കേട്ടോ, നല്ല തിരക്കാണ്. ഒക്കെ നമുക്ക് അങ്ങോട്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. കുറച്ച് സ്പീഡാക്കുവാണ് നമ്മൾ കേട്ടോ, അടുത്ത സ്ഥലങ്ങൾ കാണേണ്ടതുണ്ട്. വാ അങ്ങോട്ട് പോവാം. അപ്പം ഇതാണ് ആ കേവ്. അപ്പോൾ നമ്മൾ കേവിന് മുകളിലേക്ക് പോകാനെ കൊണ്ട് നല്ല ഒരു കല്ലൊക്കെ പതിച്ച ഒരു പാതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ച എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഇതിൻ്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, ഉള്ളിലേക്ക് പോകാമേ, കാണിക്കാം. ഇതാ ഇത് കണ്ട, ഇതിങ്ങനെ തൂങ്ങി നിൽക്കുന്നതിൻ്റെ കൂട്ട കണ്ട, ഉള്ളെല്ലാം പൊള്ളയാണ്. ഇത്രയും ഉള്ളിലേക്ക് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഇതിനുള്ളിലേക്ക് നോക്കി ഒരു ഹോളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ, കണ്ടോ ഉള്ളിലേക്ക്. അങ്ങനെ ഉള്ളിലേക്ക് കയറി പോകാനൊന്നും പറ്റത്തില്ല. ആ ഉള്ളിലേക്ക് ഹോൾ കാണാം. ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ, നല്ല കല്ലാണ്. ഇത് അവിടെയൊക്കെ നല്ല ഉള്ളിലേക്ക് കയറിയിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഉള്ളിലേക്ക് പോകാം. ഇത്രയും ഉള്ളിലോട്ട് പോയിട്ട് ഇങ്ങനെ നോക്കി ഒരു കുട പോലെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ അപകടം നടന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇതാണ്ടാ, ഇത് കണ്ട, ഇങ്ങനെ വെള്ളം അടിച്ച് ഇങ്ങനെ പൊങ്ങും കേട്ടോ. ഇവിടുത്തെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് ഉള്ളിൽ നിന്ന് അവിടുന്ന് ഉള്ളിലേക്ക് കേവുണ്ട്, ഗുഹയുണ്ട്. അപ്പോൾ ആ ഗുഹയ്ക്കകത്തുനിന്ന് ഇങ്ങനെ അടിച്ചിട്ട് ശക്തമായിട്ട് അടിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഏറ് തള്ളുന്നത് കണ്ടോ. ഇതാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ വരെ വരാനെ കൊണ്ടുള്ള അലൗഡേ ഉള്ളൂ, നമുക്ക് പെർമിഷൻ ഉള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അപകടമൊക്കെ നടന്ന് ഇത് ചാടി കടന്നിട്ട് അവർ ആ താഴെ ഭാഗത്തേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് വലിയ ഇവിടെ വരെ തിരയടിച്ച് കയറും. ആ തിരയിൽ അങ്ങനെ കുട്ടികൾ ഒഴുകി പോകുമായിരുന്നു. ദുബൈയിൽ നിന്ന് വന്നൊരു ടീമായിരുന്നു, നമ്മുടെ ഇന്ത്യക്കാരായിരുന്നു. അങ്ങനെ അവർ ഉള്ളിലേക്ക് ഒഴുകിപ്പോയി, അവർ മരിച്ചു പോകുമായിരുന്നു. അപ്പം ഇവിടുത്തെ ആൾക്കാർ എന്ത് പറയുന്നു അത് കേൾക്കുക, കാരണം അവർക്കേ അറിയത്തുള്ളൂ ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം മാറുന്നെന്നുള്ളത്.
അപ്പോൾ നമ്മൾ കാഴ്ചക്കാരെടുത്ത് ചാടി അങ്ങോട്ട് ഈ നല്ല രസമുണ്ട് കാണാം. ഇപ്പോൾ നമ്മുടെ ശാന്തമാണ്, അവിടെ ഒന്നുമില്ല. പക്ഷേ ഏത് സമയത്താണ് തിരയടിച്ച് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. കണ്ടില്ലേ, കടൽ നല്ല രീതിയിൽ ശോഭിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇപ്പം നമുക്കൊന്നുകൂടെ കാണാം. അങ്ങനെ ചില സമയങ്ങളിലാണ് ഇങ്ങനെ ഇതിനകത്തൂടെ ഇതിങ്ങനെ പൊങ്ങി വരുന്നത് കേട്ടോ. എയർ പൊങ്ങി വെള്ളം ഉൾപ്പെടെ ഇങ്ങനെ പൊങ്ങി വരും. അതിന് കാരണമെന്ന് പറയുന്നത് ഇതിന് ഉള്ളിൽ കൂടെ ഒരു ഗുഹയുണ്ട്, അതിനകത്തൂടെ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. എപ്പോഴേ സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. എയർ അടിക്കുന്നു, വീണ്ടും വരുന്നുണ്ട്. സൂപ്പർ, കണ്ടോ, ഇതാണ്. നിന്നോ, എപ്പോഴേലും കിട്ടും ഭാഗ്യത്തിന്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം അങ്ങനെ ഉണ്ട്. പക്ഷേ ആ ഭാഗത്താണ് കൂടുതൽ വരുന്നത്. ഇതാ ഒരു എയർ മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. ഇതിന് ഉൾവശം ഒന്ന് കാണിക്കാമേ. ഇതാ ഇത്രയേ ഉള്ളൂ കണ്ടോ, ചെറിയൊരു സ്ഥലം. കുട്ടികളൊന്നും പേടിയില്ലാതെ കയറി നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പേടിയാണ് കയറാനെ കൊണ്ട്. ഇതാ നോക്കി ആ കടലിൻ്റെ ഭീകരത ഒന്ന് നോക്കി. ഇവിടെ നോക്കുമ്പോഴേ അറിയത്തുള്ളൂ കറക്റ്റായിട്ട്. ഇവിടെ ഭയങ്കര നല്ല കളറല്ലേ, അടിപൊളിയല്ല കാണാനെ കൊണ്ട്. അപ്പം നമുക്ക് ആ ഭാഗത്തൊരു ബ്രിഡ്ജുണ്ട്, അതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് പോയിട്ട് വരാമേ. ആ ബ്രിഡ്ജ് വഴി നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംഭവമേ. എന്താ അതാണ്ട് ഈ ഭാഗത്തെല്ലാം തിരയടിച്ച് വരുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇത് മറികടന്നിട്ടാണ് ആൾക്കാർ ഇതിനുള്ളിലേക്ക് പോകുന്നത്. കണ്ട ഈ ഭാഗത്ത് കണ്ട് ഇത്രയും ക്ലിയർ ആയി കിടക്കണം. ഈ ഭാഗത്തെല്ലാം തിരയടിച്ച് വരുന്ന ഭാഗങ്ങളാണ്. അവിടെ നിൽക്കില്ലെന്നാണ് പറയുന്നത്. എന്നാലും ആൾക്കാർ കയറി നിൽക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് തിര കയറി വരുന്ന കണ്ട. ഇപ്പം കുറച്ചുകൂടെ നല്ല കണ്ട. ഇതാണ് അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ പടി കയറി വന്ന വഴിയെ തന്നെ പോയി നമ്മുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ മുക്സീന ബീച്ചിൻ്റെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യാൻ പാടില്ല. ഇവിടെ സലാലയിൽ വരുന്നവർ ഇത് ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഒത്തിരി ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയല്ലേ? സൂപ്പറാണ്. ഭീകരത അറിയണമെങ്കിൽ അവിടെ പോയി നമ്മളത് കണ്ടല്ലോ. അതാണ് ഭയങ്കരമായിട്ട് പേടി വരും അതിനകത്തുനിന്ന് ആ എയർ കയറി വരുമ്പം. അപ്പം എന്തായാലും ഇതിന് ഉള്ളിൽ പൊള്ളയാണ്, അതിനകത്തോട് അടിച്ച് കയറി വരുന്നതാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നിപ്പം മഴ മാറിയിരിക്കുകയാണ്. രാവിലെ നല്ല മഴയായിരുന്നു, ഇപ്പോൾ മഴയില്ല, അതിൻ്റെ ചൂടുമുണ്ട്. അപ്പോൾ ഇത് നേരെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ കോടയൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ ചൂടിൽ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, തീർച്ചയായിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള ട്രാവലിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, പോയി കാണുക. തുടർന്ന് വന്നുകൊണ്ടിരിക്കും. കുക്കിംഗ് അതെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. കോന്നിയൂർ മനു സൈനിങ് ഔട്ട്. നമ്മുടെ കൂടെ വന്ന ആൾക്കാരെല്ലാം അവിടെ ഇവിടെയായിട്ടൊക്കെ കണ്ട് കാഴ്ചകളായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.